മിനേക്ക് കൊണ്ടോണ്ട തമ്പ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. വില പിടിച്ച സാധനങ്ങൾ പണം നിങ്ങളുടെ അരയിൽ തന്നെ സൂക്ഷിക്കുക. പിന്നെ നമ്മളിപ്പോ ഇന്ന് മിനയിൽ പോയാല് ദുൽഹജ്ജ് 8-നാണ് നമ്മൾ പോണത്. 8-ന് മിനയില്, 9-ന് അറഫയിൽ, പിന്നെ മുസ്ദലിഫയിൽ, 10-ന് മിനയിൽ, 11-ന് മിനയിൽ, 12-ന് മിനയിൽ, 13-ന് മിനയിൽ. ഒരു പക്ഷേ 10-ന് കല്ലെറിഞ്ഞ് നമ്മൾ വരും തവാഫിന്. ചിലപ്പോ സാധിച്ചോളണമെന്നില്ല. ചിലപ്പോ സാധുക്കൾക്ക് 13-നെ വരാൻ പറ്റും. ശരിക്കും വരണം 13-നും. എന്നാൽ തെൽബിയത്തോടു കൂടി നമ്മുടെ യാത്ര ആരംഭിക്കാം. നമ്മളിപ്പോ ഇഹ്റാമില, ഹജ്ജിനെ ഇഹ്റാം ചെയ്തു. ഇപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്തു? മക്കത്ത് വെച്ച് റൂമിൽ പോയി ഇഹ്റാം ചെയ്ത് കഅബത്തിങ്ങ വന്ന് വദാഇന്റെ തവാഫ് സുന്നത്തായത് ചെയ്ത്, ഇനി വലിയ തിരക്കാണെങ്കിൽ ആ സുന്നത്ത് ഒഴിവാക്കി നമ്മൾ നേരെ കുത്തൈഫിന്റെ വണ്ടി കാത്തു നിൽക്കുക. വണ്ടിയിൽ കയറി വണ്ടി അരിച്ചരിച്ച് നീങ്ങും. നടന്നു പോകാൻ വഴിയുണ്ട്, പക്ഷെ കൂട്ടം തെറ്റും. അങ്ങനെ നമ്മൾ ശരിക്കും നടന്നു പോയി ചെയ്യാൻ ഏറ്റവും നല്ലത്. നേരെ നമ്മൾ ചെന്നു, നമുക്ക് നിശ്ചയിച്ച് തമ്പുണ്ടാവും. ആ തമ്പിന്റെ അടുത്ത് വണ്ടി ഇറക്കും, തമ്പിന്റെ ഉള്ളിൽ നമ്മൾ കയറും. അപ്പോഴൊക്കെ നമ്മൾ തൽബിയത്ത് വേണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിക്കുന്ന ഉഷാറാവും. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അതന്നെ ഈ ലബ്ബൈക ഇതന്നെ കേൾക്കുള്ളൂ. പിന്നെ ഒന്നായിട്ട് മനുഷ്യന്മാരിങ്ങനെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു കാഴ്ച അങ്ങനെ കാണും. മനോഹരമായ ഒരു കാഴ്ച, ലോകത്തിന് തുല്യമായ ഒരു കാഴ്ച ദുനിയാവിൽ വേറൊന്നുമില്ല. മഹ്ശറ വൻസഭയെ ഓർമ്മിപ്പിക്കുമാർ ജനസമൂഹം അവരവന്റെ കാര്യം പഠിച്ചവരോട് പറഞ്ഞു ദ്വാരക്കും. അങ്ങനെ മിനയിലേക്ക് പറയും, അല്ലാഹുമ്മ ഇയ്യാക അർജു വലക അദൂ ഫബല്ലിഗ്നി സ്വാലിഹ അമലി വഗ്ഫിർ ലി ദുനൂബി വംനുൻ അലയ്യ ബിമാ മനൻത ബിഹി അലാ അഹ്ലി തആതിക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ ദ്വാരക്കും. മനസ്സിലുണ്ട് ഈ ദുആ. അങ്ങനെ മിനയിലെത്തിയാൽ അല്ലാഹുമ്മ ആദിഹി മിനൻ വഹദാ മാ ദല്ലൽതനാ അലൈഹി മിനൽ മനാസികി ഫമുന്ന അലൈനാ ബിജവാമിഇൽ ഖൈറാത്ത് വബിമാ മനൻത ബിഹി അലാ ഇബ്രാഹീമ ഖലീലിക വമുഹമ്മദിൻ ഹബീബിക വബിമാ മനൻത ബിഹി അലാ അഹ്ലി തആതിക ഫഇന്നി അബ്ദുക വനസിയതി ബിയദിക ജിഅതു ത്വാലിബൻ ബിമർളാതിക. ഈ ദുആ അങ്ങനെ ഒരുപാട് ദുആകൾ മനാസിക്കിൽ പറയുന്നുണ്ട്. പിന്നെ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്പ് വൃത്തിയായി സൂക്ഷിക്കണം. കാര്യം തമ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ നിലയിരിക്കും. ആ നിലത്തൊരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ നല്ല ബെഡ് കിടന്ന് പരിചയമുള്ള ആൾക്കാരെ. അപ്പോ പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒന്നായിട്ട് കിടക്കാനൊന്നും സമയം കിട്ടൂല, സ്ഥലം കിട്ടൂല. ഒരാൾക്ക് ഇങ്ങനെ കിടക്കാനുള്ള ഒരു സ്ഥലം. അപ്പൊ എന്ത് വിചാരിച്ചാൽ മതി? കബറിൽ ഇത്രയും സ്ഥലം കിട്ടൂല എന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ശരിക്കാ കിടത്തം മുറുകും, അല്ല ഞാൻ മുറുകൂല. ബോധത്തോടു കൂടി നമ്മളിപ്പോ മിനയിൽ എത്തിയിട്ടുണ്ട്. മിന എന്ന് പറഞ്ഞാൽ വിശാലമായ ലോകം, വിശാലമായ സ്ഥലം. തമ്പുകൾ മാത്രമേ കാണുള്ളൂ. കുറെ പാലങ്ങൾ, മലിക് അബ്ദുൽ അസീസ് കുബിരി, മലിക് ഫഹദ് കുബിരി, അങ്ങനെയുള്ള കുറെ കുബിരികൾ. ആ കുബിരിക്ക് ഇറങ്ങാനുള്ള ഓരോ വഴികളും, അങ്ങനെ ഇറങ്ങിയാൽ ഓരോ റോഡ്, ആ റോഡിലൊക്കെ ഓരോ പ്രത്യേകമായി തമ്പുകൾ, ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ടാവും. മുത്തൈഫ് തരുന്ന കാർഡും ഉണ്ടാവും. ഇത് ആ കാർഡ് കളയരുത്. ആ കാർഡ് പോയാൽ തമ്പുക്ക് കയറാൻ പറ്റില്ല. ആ കാർഡ് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല, അങ്ങനെ നമ്മൾ 8-ന് ളുഹ്ർ നമസ്കാരത്തിന് അവിടെ എത്തി. 8-ന് ളുഹ്ർ നമസ്കാരത്തിന് അവിടെ എത്തിയാൽ 8-ന്റെ ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, 9-ന്റെ സുബഹി, ഈ 5 വക്ത് മിനയിൽ നിസ്കരിക്കാനാണ് ഹജ്ജിന്റെ അമലുകളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യം. ആ 5 വക്തിന് നമ്മളവിടെ വേണം. അന്ന് രാത്രി പ്രത്യേകമായി ഇന്ന അമല് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വേണമെങ്കിൽ അന്ന് നമുക്ക് നാളെ നടക്കുന്ന അറഫയിലേക്ക് ഒരുങ്ങാനുള്ള സമയം പഠിച്ചുകൊണ്ടുവന്നതായിരിക്കും. അറഫ നാളെയാണ്. ലോക മുസ്ലിങ്ങളെ സമ്മേളനം നാളെയാണ് 9-ന്. നമ്മൾ പെട്ടിലാണ്. 8-ന് ളുഹ്ർക്ക് ഇപ്പൊ നമ്മൾ മിനയിലെത്തി കഴിഞ്ഞപ്പോ നമ്മൾ മിനയിലാണ്. ഇപ്പൊ നമ്മൾ ളുഹ്ർ നിസ്കരിക്കാണ്, ജമാഅത്തായിട്ട് ളുഹ്ർ നിസ്കരിക്കുക. നമ്മൾ യാത്ര മുറിഞ്ഞവരായതുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കാൻ ജമ്മു കസർ പറ്റില്ലോ. യാത്ര മുറിഞ്ഞില്ലേ, നമ്മൾ അവിടെ വെച്ച് ളുഹ്ർ നിസ്കരിച്ചു. സാധ്യമാണെങ്കിൽ മസ്ജിദുൽ ഖൈഫ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ മിനയിൽ. മസ്ജിദുൽ ഖൈഫ് ജംറത്തുൽ ഊലക്ക് ഏതാണ്ട് അടുത്ത്. ആ മസ്ജിദിൽ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കൊക്കെ ഒഴിയും 13-ന്. അന്നെങ്കിലും മസ്ജിദുൽ ഖൈഫിൽ പോയി ഒന്ന് നിസ്കരിക്കണം. ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ്. പ്രവാചകന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ്. പള്ളിയുടെ അങ്ങനെ നമ്മൾ 8-ന്റെ അന്ന് ളുഹ്ർ നിസ്കരിച്ചു. രാത്രി നമുക്ക് ഒഴിവുള്ള സമയത്ത് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ആണുങ്ങൾ, പെണ്ണുകൾ വേണ്ട, ഈ തമ്പ് നിൽക്കുന്ന ഏരിയ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. എന്തിനാണെന്നറിയാം? നമ്മളെ തമ്പ് നിൽക്കുന്ന ഏരിയ ഏതാണെന്നൊന്ന് മനസ്സിലാക്കണമെന്നല്ല. പെട്ടെന്നൊന്നും മനസ്സിൽ കയറില്ല. എന്നാലും നല്ലത്. എന്താ കാരണം? പിറ്റേന്ന് അറഫേക്കാണ് പോകും. തിരിച്ച് അറഫയിൽ നിന്ന് മുസ്ദലിഫ കഴിഞ്ഞിട്ട് വരുമ്പോ തമ്പ് എവിടെയാന്ന് മനസ്സിലാവില്ല. ബസ്സിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ ഇറക്കും. ഒരു മുത്തൈഫിന് കുറെ ഏരിയ തമ്പുണ്ടാവും. മുത്തൈഫിന്റെ നമ്പറേ ബസ്സാരെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഇറക്കും. അതിന് അങ്ങേ റോട്ടിൽ അപ്പുറത്തെ റോട്ടിൽ എവിടെയുള്ള തമ്പ് എന്ന് വെച്ച് ഇങ്ങനെ നടക്കും. നമ്മൾ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. ഏകദേശം ഒരു ഐഡിയനെ കുറിച്ച് തമ്പിൽ ഒരാൾക്ക് കിട്ടിയാൽ ആ ബസ്സിലായാലും ഉണ്ടാവുമല്ലോ, കാണിച്ചു കൊടുക്കുന്ന ഏരിയയിലാണ്.
അങ്ങനെ ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാത്രി നമ്മൾ ഇശയും നിസ്കരിച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നമ്മൾ ഹജ്ജിനെ കുറിച്ചൊക്കെ പഠിച്ച് നാളെ അറഫയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അറഫയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാ വേണ്ടത്? ഇട്ട ഡ്രസ്സിന്റെ പുറമെ ഒരു ഇഹ്റാമിന്റെ ഡ്രസ്സ് കയ്യിൽ വേണം. കാരണം അറഫയും മുസ്ദലിഫയും കഴിഞ്ഞിട്ടേ വരുള്ളൂ. എവിടുന്നേലും നജസായ അറഫിന്നൊന്നും തിരുമ്പാന്നൊന്നും നേരങ്ങളുണ്ട്. അവിടെ ദിക്റിന്റെ സമയം മാറ്റിട്ട് വേറെ കൊടുക്കുക, തുണി പോട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഇഹ്റാമിന്റെ ഡ്രസ്സ് ഒരു കീസിൽ വെക്കുക, ഒരു തസ്ബീഹ് മാല വെക്കുക, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്ന ആ ഉപകരണം വെക്കുക. 9-ന് നമ്മൾ അറഫയിലേക്ക് പോകുമ്പോൾ ചില സമയത്ത് മുത്തയ്യിഫിന്റെ പ്രത്യേക തീരുമാനപ്രകാരം 8-ന്റെ അന്ന് രാത്രി തന്നെ ഇപ്പൊ കൊണ്ടുപോകാറുണ്ട്. 8-ന്റെ അന്ന് രാത്രി തന്നെ കൊണ്ടുപോകും. ശരിക്കും നമ്മൾ 9-ന്റെ അന്ന് ളുഹറിനാണ് അറഫയിൽ പ്രവേശിക്കേണ്ടത്. സുബഹിക്ക് തന്നെ ആളുകൾ അവിടെ എത്തിക്കുന്നത് മുത്തയ്യിഫിന് വാഹനക്കുറവുള്ള ഒരു വാഹനം 2 ട്രിപ്പാണ് സാധാരണ എടുക്കാറുള്ളത്. ഒരു ബസ് 2 ട്രിപ്പ്. അത് അറഫയിൽ പോയി തിരിച്ചു വരാന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഈ വണ്ടി പോയി തിരിച്ചു വരാന്നുള്ള വലിയ പ്രയാസ സമയമേ. അപ്പൊ ഈ സമയക്കുറവ് പരിഹരിക്കാൻ വേണ്ടി പലപ്പോഴും മുത്തയ്യിഫ് 9-ന് രാത്രി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അൽ ഹജ്ജു അറഫ, അറഫ കിട്ടാതിരുന്നാൽ പിന്നെ ഹജ്ജില്ല. അൽ ഹജ്ജു അറഫ. അപ്പൊ അറഫയാണ് ഹജ്ജ്. ഹജ്ജിന്റെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി പടച്ച റബ്ബിനോട് നടത്തുന്ന ആത്മാർത്ഥമായ ആ ദുആയുടെ രംഗം, കരച്ചിൽ, അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചജനകമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് നമ്മൾ ദുൽഹജ്ജ് 9-ന് പുറപ്പെടുകയാണ്. 9-ന്റെ അന്നാണ് അറഫാ ദിനം. 8-ന് രാത്രി ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ 9-ന് മിനയിൽ വെച്ച് സുബഹി നിസ്കരിച്ച് പോകേണ്ട ശരിയായ രൂപമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് നടക്കുന്നതാ നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ മുസാഫ് എടുക്കുക, തസ്ബീഹ് മാല എടുക്കുക, കല്ല് പൊറുക്കാൻ ചെറിയൊരു കേസ് കയ്യിൽ വെച്ചോ. തിരിച്ചു വരുമ്പോ കല്ല് പൊറുക്കും. അത് ചെറിയൊരു കേസ് കയ്യിലെക്കണം. കേസാണ് ചെറിയ എന്തെങ്കിലും ഒരു കവറോ അല്ലെങ്കിൽ ചെറിയ കുപ്പിയോ ഒരു ബോട്ടിലോ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ആ കല്ല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒരു ഇഹ്റാമിന്റെ ഡ്രസ്സ് വേണം. പിന്നെ ഒരു മുസല്ല ഉണ്ടെങ്കിൽ വിരിച്ച് നിസ്കരിക്കാൻ മുസല്ല. കൂടുതൽ ലഗേജ് വേണ്ട, കൈ പിടിക്കാൻ പറ്റുന്ന ലഗേജ് മതി. അധിക ലഗേജ്, വലിയ ബാഗ് എടുക്കരുത്. തിരക്കിൽ ബസ്സിൽ കയറേണ്ടി വരും, മുസ്ദലിഫയിൽ ഇറങ്ങേണ്ടി വരും, ഒക്കെ ബുദ്ധിമുട്ടാണ്. വളരെ ചെറിയ ലഗേജ് മാത്രം, വേറെ ഒന്നും വേണം. അങ്ങനെ സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ച ശേഷം പുറപ്പെടലാണ് ഉത്തമം. സുബഹി നമസ്കരിച്ച് സൂര്യൻ ഉദിച്ച ശേഷം പുറപ്പെടലാണ് നല്ലത്. ഈ യാത്രയിൽ ലോക മുസ്ലിമീങ്ങളുടെ സമ്മേളനമായതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബോധക്ഷയം വരികയോ രോഗം വരികയോ ഒക്കെ ചെയ്താൽ തിരിച്ചറിയുന്നതിന് വേണ്ടി മുത്തയ്യിഫിന്റെ കാർഡ് കയ്യിലുണ്ടോ നോക്കണം, അഡ്രസ് കയ്യിൽ വേണം. നിങ്ങളെ തിരിച്ചറിയുന്ന എന്തെങ്കിലും അടയാളം നിങ്ങളുടെ കയ്യിൽ വേണം, മറക്കരുത്. അങ്ങനെ അറഫയിലേക്ക് നമ്മൾ പോകുന്നു. അറഫ അതിർത്തിയിൽ മസ്ജിദുൻ നമിറ അല്ലെങ്കിൽ മസ്ജിദ് ഇബ്രാഹിം, നമിറ പള്ളി എന്നാ പറയാ. അറഫയിലും മുസ്ദലിഫയിലും കൂടിയായിട്ട് അറഫന്റെ അതിർത്തിയിൽ കാണാൻ ഒരു പള്ളി. ആ പള്ളിക്കാണ് മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയാം. അവിടെ ളുഹറിനെത്തിയാൽ ളുഹറിന് മുമ്പ് 2 ഖുത്ബ ഇമാമ നിർവഹിക്കും. ളുഹറിന് ശേഷം നിസ്കരിച്ചിട്ട് അറഫയിൽ പ്രവേശിക്കണം. നമുക്ക് ആ പള്ളിയിൽ പോകാനോ പങ്കെടുക്കാനോ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നേരെ ബസ്സിന് അറഫയിലേക്കാണ് വിടും. ചിലപ്പോൾ ളുഹറിന്റെ മുമ്പ് ചെല്ലും, അല്ലെങ്കിൽ ളുഹറിന്റെ ശേഷം ചെല്ലും. ളുഹർ മുതലാണ് അവിടുത്തെ സമയാരംഭം. ഉച്ച മുതൽ അറഫയുടെ സമയം ആരംഭിച്ചു. അതുവരെ വെറും പറമ്പായി കിടക്കുന്ന അറഫ അസമയത്ത് ഇജാബത്തിന്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഹറമ് പോലെ അല്ലാത്ത സമയത്ത് അറഫയിൽ പോയി ദ്വാരന്നിട്ട് കാര്യമൊന്നുമില്ല. ആ സമയത്തിനാണ് പ്രത്യേകത. അറഫക്ക് സമയബന്ധിതമായ പ്രത്യേകതയാണ്. അങ്ങോട്ട് പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്തുണ്ട്. ജബലുർ റഹ്മയുടെ താഴേക്കാണ്. ജബലുർ റഹ്മ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പർവ്വതം, അതിന്റെ മുകളിൽ ഒരു കോലിങ്ങനെ നാട്ടിയുണ്ടാവും, ഒരു ചെറിയ തൂണ്. അവിടെ കയറൊന്നും വേണ്ട. റസൂൽ അതിന്റെ താഴെ ഒരു പാറക്കെട്ടിനെടുത്ത് നിന്നിട്ടാണ് ജനങ്ങൾ അഭിസംബോധന ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയിലേക്ക് പുറപ്പെടുമ്പോ സൂര്യോദയം കണ്ട ശേഷം പുറപ്പെടണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജബൽ സബീർ, സബീർ പർവ്വതത്തിൽ സൂര്യൻ ഉദിച്ചു കണ്ട ശേഷം പുറപ്പെടണം എന്നാണ് ഇലാഹിലുള്ളത്. അങ്ങനെ നമ്മൾ പോകുമ്പോ ദിക്ർ ചൊല്ലിക്കൊണ്ട് പുറപ്പെടും. അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വലി വജ്ഹികൽ കരീം അറത്തു ഫജ്അൽ ദംബി മഗ്ഫൂറാ വഹജ്ജി മബ്റൂറാ വർഹംനി വലാ തുഖയ്യിബ്നി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ.